വീട്ടിലെ സ്കിറ്റുകള് നമ്മൾ ഒരുപാട് നാളായിട്ട് ഒരുപാട് കണ്ടിട്ട് ഉള്ളൊരു സംഭവമാണ്. ആൻഡ് ഇപ്പൊ കുറച്ച് നാളായി കണ്ടിട്ട് അല്ലേ? അതെ അതെ. നമുക്ക് ഒരിക്കൽ കൂടി ഒരു പുത്തൂരം വീട് സ്കിറ്റ് കണ്ടാലോ? പക്ഷെ ഇത് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ആയതുകൊണ്ട് ഇത് ഐറ്റം വേറെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ സജി മൂങ്ങോട്, അനീഷ് പാപ്പാല ആൻഡ് സൂര്യശ്രീ. MD വാസുദേവൻ സാറിന്റെ രചനയിൽ ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി അഭിനയിച്ച വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ഹാസ്യാവിഷ്കാരം, ഒരു തെക്ക് വടക്കൻ വീരഗാഥ. നീ എന്താടി ആലിപ്പഴോ? എനിക്കറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. 10 മാസം ചുമന്ന് പ്രസവിച്ച തള്ളേ അവക്ക് സംശയം. എങ്ങനെ സംശയിക്കാതിരിക്കും? ഈ ഒരു തറവാട്ടില് വറുത്ത മീൻ പൊരിച്ചു വെച്ച തലയും വാലും എനിക്ക്, നടു കഷ്ണം എന്റെ നേരാങ്ങളക്ക്. എങ്ങനെ നമ്മൾ സംശയിക്കാതിരിക്കും? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പത്തനാപുരത്തെങ്ങാണ്ട് ഒരു ഗാന്ധി ഭവൻ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. കൊണ്ടുവന്നാക്കി കളയാം കേട്ടോ. ഞാൻ പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച 18 കളരി കാശാനും ഏതൊരു പെണ്ണിന്റെയും മനം മയക്കുന്ന മെയ്യഴകുള്ള ആരോമൽ ചേകവരുടെ ഏക സഹോദരി പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച. 18 അടവുകളും പയറ്റി പഠിച്ചവളാണ് ഞാൻ. 19ാമത്തെ അടവിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമ്മള് പെണ്ണുങ്ങളല്ലയോ? 19 അല്ല 25 ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കും, അങ്ങനല്ലയോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനാ അവിടെ കിടന്ന് കറങ്ങുന്നത്? മഴയൊക്കെ വരുന്നുണ്ട്, പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുവോ? ഇന്നെന്റെ പിറന്നാളാ. ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് ചന്തു ചേകവര് പുഴ നീന്തി കടന്ന് ഇന്നിവിടെ എത്തുന്നുണ്ട്. എന്നെ കാണാൻ വേണ്ടി മാത്രം വരുന്നതാ. കാത്തുകാത്തങ്ങ് ഇരിക്കുവാ ഞാൻ. ശൈശവത്തിൽ എന്നെ വിവാഹം കഴിച്ചതാ. പക്ഷെ അന്ന് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു, കാണാൻ ഒരു മെനയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്ന് കാണണം. അയ്യോ, ചുണങ്ങിന്റെ തിരക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു നീ. ഈ ചുണങ്ങും തിരക്കൊക്കെ ഓയിലിന് പറ്റിട്ട് ഞാൻ മാറ്റി. ഇനി ചുണങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ പിണങ്ങും പറഞ്ഞേക്കാം. ഈ പിണങ്ങാൻ പറ്റിയ ഒരാള്, അതെ, നിങ്ങൾ ഇങ്ങനത്തെ കഴിവുള്ള ആളാണെന്ന് വെള്ളരി കണ്ടെത്തി കോലം കൊണ്ട് വെച്ചേക്കുന്ന പോലെ ഉണ്ട് നിങ്ങളെ കണ്ടു കഴിഞ്ഞ. ആദ്യം നിനക്ക് സെൻസ് വേണം, സെൻസിറ്റീവ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസർ ബോർഡ് വേണം. ഓ പറഞ്ഞു കാട് കയറി വാക്കും തെറ്റിയായിരുന്നു. പടം കയറി 3 പടം ഉണ്ടായില്ലേ? ഒരു മിനിറ്റ്. 1 2 3. നീ എന്താണ് പേടിച്ച് നോക്കുന്നത്? പേടിച്ചിട്ടല്ല, നേരാങ്ങളെ ഉറങ്ങിയോ എന്തോ. നല്ല മഴ എടുത്ത് അകത്തിട്. എന്തോന്ന് നേരിയത് ഉണങ്ങിയോന്നല്ലേ? നേരാങ്ങളെ ഉറങ്ങിയോ എന്തോ. നേരാങ്ങള നാക്കടുത്ത നുണ മാത്രം പറയണം. അവന്റെ പേര് നേരാങ്ങള. ഇനി അവനെ നേരാങ്ങളെ എന്നല്ലേ വിളിക്കാനുള്ളത്, തെറ്റാങ്ങളെ എന്ന് വിളിക്കണം. എന്റെ ആങ്ങളെ പറ്റി അനാവശ്യം പറയരുത്. 18 കളരിക്ക് ആശാനായ എന്റെ ആങ്ങള കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാ. രാവിലെ ആയാൽ തന്നെ 2.5 മണിക്കൂർ ഉറുമി. എന്റെ ദൈവമേ, 2.5 മണിക്കൂറൊക്കെ ഉറുമി പയറ്റി കഴിഞ്ഞാ ഇവൻ തളർന്ന് വീഴൂലേ? എങ്ങനെ തളരാനാ? ഉറുമി സിനിമയും കണ്ടോണ്ട് പഴകഞ്ഞി അടിച്ചോണ്ടിരിക്കും, തളരത്തില്ല. അപ്പൊ ഉച്ചയ്ക്ക് ചക്ക കൂട്ടാനും കൂട്ടാൻ അവന് അംഗമായിരിക്കും. ആർച്ചേ, നിനക്കറിയാലോ, ഇന്ന് കുഞ്ഞുനാളിൽ കല്യാണം കഴിച്ച ആളാണ് ഞാൻ. അതെ, കുഞ്ഞുനാളിൽ മുട്ടായി തിന്നുമ്പോ നമുക്ക് അറിയത്തില്ലല്ലോ വലുതാകുമ്പോ പുഴുപ്പല്ല് വരുമെന്ന്. അല്ല, എനിക്കൊരു സംശയമുണ്ട്. ഈ കുഞ്ഞായിട്ട് എന്താ ബന്ധം? കുഞ്ഞി പെണ്ണ്, നിങ്ങളുടെ മുറപ്പെണ്ണുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമെന്ന്? കഴിഞ്ഞ ദിവസം റേഷൻ കട ഞാനും അവളും കൂടെ വന്ന് ക്യൂ നിന്നപ്പം അവളെ മാത്രം വിളിച്ചോണ്ട് പോയി 5 കിലോ അരിയും 1 കിലോ വെളിച്ചെണ്ണ നിങ്ങൾ എടുത്തു കൊടുക്കുന്ന ഞാൻ കണ്ടു. എന്ത് പറയൂ? സംശയമാണല്ലേ? നീ അടക്കമുള്ള പെൺമർക്കം കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, കൊഞ്ചിക്കൊണ്ട് ശപിക്കും, മറത്തുകൊണ്ട് മറക്കും.
പെരുക്കുവോ? അറക്കും. എന്റെ ആങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നിങ്ങളെ വിട്ടിട്ട് അറക്കും. അറിയാവോ? വരും. ആരൂമൽ ചേകവർ ഉറങ്ങിപ്പോയി. ആ തക്കം നോക്കിയ ചന്തു ചേകോ തോന്യാസം കാണിക്കാൻ വീട്ടിൽ കേറി. ഞാൻ എവിടെ പോയാലും ഇവൻ പിറകെ ഉണ്ടല്ലോ. ഈ മമ്പറക്കോട്ട് ഏഞ്ചൽ വോയിസിന്റെ ഗാനമേളയ്ക്ക് പോകണം നോക്കിയിട്ടാണ് ഇവിടെ വന്നത്. തൊട്ട് പിറകെ പാട്ടും പാടിക്കൊണ്ടുവരാണ്. എന്നെ ഇതുപോലെ എന്നെ നാട്ടിച്ച ഒരു പാണനാര് ഈ ലോകത്തിൽ അറിയാമോ? എന്നാലും ഞാൻ ചന്തുവിനോട് മിണ്ടത്തില്ല. എന്റെ പിറന്നാളായിട്ട് എനിക്കൊരു സമ്മാനം പോലും കൊണ്ട് തന്നില്ലല്ലോ. ആർച്ചേ, സമ്മാനം 2 ദിവസം മുമ്പേ ഞാൻ ദൂതന്റെ കൊടുത്തു വിട്ടായിരുന്നല്ലോ. അയ്യോ, എനിക്ക് കിട്ടിയില്ല. എങ്ങനെ കിട്ടും? ഞാൻ അവനോട് പറഞ്ഞു ആർച്ച മുറ്റത്ത് കാണും കൊണ്ട് കൊടുക്കാൻ. ഇവൻ തിരിച്ചു വന്നിട്ട് പറയുവാണ് ആർച്ചുള്ള ഒരു മുറ്റം അവൻ കണ്ടിട്ടില്ല. സമ്മാനം കിട്ടുമോ? ചന്തു, ചന്തു എന്നെ ചതിക്കുവോ? ചന്തു ഒരിക്കലും ആർച്ചി ചതിക്കില്ല. ഇത് ചന്തുവിന്റെ വാക്കാണ്. വാക്കല്ല, കോപ്പാണ്. ഇളന്തരം മഠത്തിലെ ചന്തച്ചേവൻ എന്താ ഈ തറവാട്ടിൽ കാര്യം? ഫുഡ് വല്ല ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ല. ഓർഡർ ചെയ്യുമെന്ന് പറയാമെന്ന്. എനിക്ക് ഡെലിവറി എടുക്കാൻ പോണം. എടാ ഡെലിവറി മോനെ, അവിടെ നിന്നേ. നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ ഈ പുത്തൂരം തറവാട്ടില് നിന്റെ തല കിടന്ന് വിരളും. മനസ്സിലായോടാ തോൽവി? ആരോമൽക്ക് ഉറക്കമൊന്നും ഇല്ലേ? എങ്ങനെ ഉറങ്ങും? കട്ടിലെ ചെന്നിരിക്കും, ഗിയർ മാറും, ഞാൻ ഇറ്റ് പോകും. പിന്നെ എങ്ങനെ ഉറങ്ങാനാണ്? നീ പറ, സത്യം പറഞ്ഞിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. സത്യം ഞാൻ പറയാം. അതായത് ഞാനേ എന്റെ ഈ ചതിയൻ ചന്തു എന്നുള്ള പേരുണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും ഗസറ്റ് എടുത്ത് പേര് മാറ്റണം. ഗസറ്റ് ഓഫീസല്ലേ ഇവിടെ നടത്തുന്നത്? പുത്തൂരം തറവാടാണ്. അത് ഞാൻ നീ എന്തിനാ എന്ത് പേരാണ് മാറ്റുന്നത്? അതായത് ഈ ചന്തു എന്നുള്ള പേരുണ്ടല്ലോ, അതൊരു വള്ളി കൂടെ ഞങ്ങൾ ചേർക്കും. വൃത്തിയായിട്ട് അങ്ങനെ വിളിക്കും. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ചിന്തു എന്നാണ്. ആ ചീര ഇപ്പുറത്താണ് വള്ളി. ഞാൻ തെറ്റിദ്ധരിച്ചു. അത് നിന്റെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. മിക്കവാറും നിന്റെ ചോര ഇന്നിവിടെ ചിന്തുമാനെ. നീ സത്യം പറഞ്ഞിട്ട് പോയാ മതി. അതായത് കേട്ടോളിയാ. വേട്ടാവളിയൻ നിന്റെ കൊച്ചച്ഛന്റെ ചേട്ടൻ. കൊച്ചച്ഛന്റെ ചേട്ടൻ എന്ന് പറഞ്ഞ എന്റെ അച്ഛനല്ലേ? ഞാൻ ഇങ്ങനെ ചുറ്റിക്കെട്ടിയേ പറയത്തുള്ളൂ. നീ ഗ്രൂം ചെയ്തങ്ങ് എടുത്തോളാം. എന്നാ അളിയൻ പറ, എന്താ കാര്യം? സത്യം പറയാം, നിങ്ങൾ ഈ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല. ഈ വീടിന്റെ ചുറ്റാകെ കാടാണ്. കാട്. അതിലൊരു കഥയുണ്ട്. അതായത് ഞെണ്ണവിലിയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ അർദ്ധരാത്രി നമ്മളൊരു ഡീൽ ഉണ്ടാക്കി. അതായത് നമ്മൾ തമ്മിൽ പിണങ്ങുമ്പോ പുത്തൂരം തറവാട്ടിൽ ഒരു മരം വെക്കും. 8 വർഷം കൊണ്ട് ഇവിടെ കാടായി. ആമസോൺ കാട് കണക്കായി. അതെ, ഡെയിലി വഴക്കാണല്ലേ? അതെ അതെ അതെ. എത്ര മക്കള്? 5 മക്കള്. നിന്റെ അതെങ്ങനെ? കാടല്ലേ, ആരെ പേടിക്കാനാ? മച്ചനല്ല, നിന്റെ മാമന്റെ മച്ചമ്പി. അത് എന്റെ അച്ഛനല്ലേ? നേരത്തെ പറഞ്ഞില്ല, ഞാൻ വളഞ്ഞു വിറ്റേ പറയുള്ളൂ. നീ അങ്ങ് എടുത്തോ. എന്റെ മച്ചൻ. അതായത് ഞാൻ ശരിക്കും വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എന്റെ ഗുരു അരിങ്ങോടനെ അറിയാലോ? ഇറങ്ങിയോടനെ അറിയാം. അതുകൊണ്ടല്ലേ നിന്നെ പിടിച്ച് ശിഷ്യനാക്കിയത്. അതല്ല, എന്റെ ഗുരു അരിങ്ങോടർ താങ്കളുമായി അംഗത്തിന് കുറിക്കാമെന്നുള്ള മെസ്സേജ് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതൊരു ഓല കൊടുത്തു വിട്ടാ പോരായിരുന്നോ? ഓല കൊടുത്തു വിട്ടായിരുന്നല്ലോ. ആരെയല്ലേ? പച്ചാളം സാനുവിന്റെ. പച്ചാളം സാനുവിനെ കുറിച്ച് നീ പറയണ്ട. ഈ പച്ചാളം സാനു ഒരു ഓല കൊണ്ട് പുത്തൂര് തറവാട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ പുത്തൂരുള്ള ഒരു തറവാട്ടി കൊണ്ട് കൊടുത്തിരിക്കുക. ഒരു വീട്ടില് അവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. രാത്രി 12 മണിക്ക്. ആശാനും കൊള്ളാം, ശിഷ്യനും കൊള്ളാം. നല്ല പച്ചാളം സാനു. എന്റെ ഗുരുവിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. ഈ പറ, എന്താ നിന്റെ ഗുരു? എന്റെ ഗുരു എന്ന് പറഞ്ഞാൽ 18 കളരി ക്യാശാനാണ്. അപ്പോ ഡോൺ ബ്രിട്ടസ്. ഞാൻ കളരി എന്നാണ് പറഞ്ഞത്, അല്ല കൈരളി എന്നല്ല. അപ്പൊ സത്യത്തിൽ ആരാ നിന്റെ ഗുരു? എന്റെ ഗുരു എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കും. അപ്പൊ റെഗുലേറ്റർ. ഒഴുകി വരുന്ന കുത്തി ഒലിച്ചു വരുന്ന വെള്ളച്ചാട്ടത്തിനെ തടഞ്ഞു നിർത്തും. അപ്പൊ ഡാമിന്റെ ഷട്ടർ. നിന്റെ അടുത്ത് ഒരു കാര്യവും പറയാൻ പറ്റില്ല. സത്യത്തിൽ നിന്റെ ഗുരു ആരാ? നിനക്ക് നീ വാളെടുക്കട. ഇന്ന് നിന്നെ അറിയാല്. നീ വാടാ. എന്താ വാളിന്റെ നീളം കുറഞ്ഞ? ബഡ്ജറ്റ് കുറവാണെന്ന് കുട്ടച്ചൻ തമ്പുരാൻ പറഞ്ഞു. അതുകൊണ്ട് ആളിനെ നീളം കേസെന്ന് എന്റെ കഴുത്തറുത്ത് ഞാൻ ചോര ഒലിപ്പിച്ചു. ഇടത് മാറി വലത് മാറി ഞെരിഞ്ഞ മരുന്ന് കുഞ്ഞു നോക്കി നേരെ നോക്കി. ഇത് നീ കഴിച്ചോ. എന്തോന്ന് ഇത് വൈദ്യം എനിക്ക് നല്ലതാ. കൃമിയടിക്ക് ബെസ്റ്റാ. ചോര ഉണ്ടാക്കി അംഗത്തിന് വാടാ. ഞാൻ
എടാ നിന്നെ കൊണ്ട് ഞാൻ പാണനാരെ കൊണ്ട് നിന്നെ കുറിച്ച് മോശം പഠിക്കണം. നീയാടാ ഈ പാണനൊക്കെ സ്ക്രിപ്റ്റ് കൊടുക്കണത്. ആണെങ്കിൽ നീ ഉണ്ടെന്ന് കേസ് കൊടുക്കണം. നിന്നെ പൊക്കിയും പറയും എന്നെ താത്തും പറയും. ആ, അതെ. എന്നെ പാണനെ കുത്തി കൊല്ലും ഞാൻ. നടക്കത്തില്ല. അതെന്തോന്ന്? പാണനാര് ഗ്രൂമിങ്ങിന് പോയി. എവിടാ? പാണാവള്ളി ചേവന്റെ അംഗത്തിന് പാടാ. അംഗത്തിന് നിന്നെ പാടാ. പോകത്തുള്ളടാ. നീ വാടാ, ചുണ ഉണ്ടെങ്കിൽ എന്താടാ നെറ്റിയിലൊരു പാട്? അത് ഞാൻ വള്ളുവനാടുള്ള ഒരു കളരിയിൽ പോയി അംഗത്തിന് ക്ഷണിച്ചതാ. അവിടെ ചെന്നതിന് വെവിളി പറഞ്ഞാണ് വെച്ച് കയറ്റി തന്നാണ്. കമാന്ന രക്ഷണം മിണ്ടിയില്ല. കളരിയിൽ ഓല ഇട്ടിട്ട് പറഞ്ഞു ആ താലി ഓലാന്ന്. വേറെ ഒന്നും ഓർമ്മയില്ല. അതാണ് സംഭവം. അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ പുകയ്ക്കും. നിന്നെ ഇവിടുന്ന് കെട്ടിക്കൂടാ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ചന്തു ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഒരു കുതിരയുടെ കുമ്പളങ്ങയടിയല്ലേ കേട്ടത്? കുമ്പളങ്ങാടിയില്ലടാ, കുളമ്പടി. ഓ, പാതിരാത്രി ട്യൂഷൻ എടുക്കാൻ വന്നതായി മാഷി. രാത്രി ഇത്രയൊക്കെ വരത്തുള്ളൂ. ഗുണയുണ്ടെങ്കിൽ അംഗത്തിന് വരും. അടങ്ങടാ നീ. അർച്ചേ, ഓ എന്താ പെങ്ങളെ അവിടെ ഒരു ശബ്ദം? തുളുനാട് ദേശത്തുനിന്ന് ഒരു ഓല വന്നിരിക്കണു. തീർന്നടാ നീ, ഇനി അംഗമാണ്. ഇനി നിന്റെ തല ഇവിടെ കിടന്ന് ഉരുളും. കൊണ്ടുപോവാ ആ ഓല. ആയിക്കോട്ടെ. ഇതെന്താ സംഭവം? തുളുനാട് ദേശത്തിലെ അമ്മാവൻ പറഞ്ഞിരിക്കണു ഗ്യാസ് തീർന്നിരിക്കല്ലേ, ഓലച്ചൂട്ട് വെച്ച് കത്തിച്ച് കഞ്ഞി ഉണ്ടായിക്കോളാം. ഈ അമ്മാവനെ ഞാൻ ഈ ചൂട്ടിട്ട് കത്തിക്കും മിക്കവാറും. ഞാൻ പോട്ടെ. നീ ഒന്ന് നൈസായിട്ട് മുങ്ങുള്ള പരിപാടി എനിക്ക് മനസ്സിലായി. നേർവങ്ങളെ, പെങ്ങളെ വിളിച്ചിട്ടാണോ ഈ തോൽവി വന്നത്? എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഞാൻ അങ്ങനെ ചെയ്യുമോ എന്റെ നേരാങ്ങളെ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇല്ല. അപ്പൊ നീ പെങ്ങൾ എന്റെ പെങ്ങള് തന്നെ. കൊടല പ്ലസ് ഓറഞ്ച് സത്യം. പിന്നെ നിനക്ക് പച്ച പറയാമെങ്കിൽ എനിക്ക് ഓറഞ്ചും പറയാം. ദ്രോഹി, ഒടുവിൽ നീ എന്നെ തോൽപ്പിച്ചല്ലേ? നീ പറയട തോൽവി എന്താ നിനക്ക് പറയാ? പണ്ട് സെൻസസ് എടുക്കാൻ വന്ന ആശാ വർക്കറിന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്റെ അച്ഛൻ എന്നെ തോൽപ്പിച്ചു. ഐസ്ക്രീമിൽ ചെറുകി നോക്കാതെ ഐസ്ക്രീം പാർലർകാരനെ തോൽപ്പിച്ചു. സത്യം. ജനനായകരേഷ് അഭിനയിക്കില്ലെന്ന് പറഞ്ഞ് എന്റെ വിജയൻ എന്നെ തോൽപ്പിച്ചു. പരമാർത്ഥം. തോൽവി ഏറ്റുവാങ്ങാൻ ചന്ദന്റെ ജീവിതം ഇനിയും ബാക്കി. മടുത്തു. മടക്കുവിടാ ലോക തോൽവി. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. എന്റെ പെങ്ങള് നിന്നെ തല്ലി പറഞ്ഞില്ലേ, വീണ്ടും കൊടര പ്ലസ്. തുണയുണ്ടെങ്കിൽ അംഗത്തിന് പാടാ. അംഗത്തിന് പാടാ. വെട്ടിപ്പൂളും ഞാൻ. ചോരപ്പുഴ ഇന്ന് ഇവിടെ ഞാൻ ഒഴുക്കും. എന്റെ ദൈവമേ, കുഞ്ഞനാള് തൊട്ട് തുടങ്ങിയ ഒരു തർക്കമായത്. കുളിക്കടവിൽ ചെന്ന ആദ്യം കുളിക്കാനുള്ള തർക്കം, ഊണ് കഴിക്കാനാണെങ്കിൽ അവിടെ ആദ്യം ഉണ്ണാനുള്ള തർക്കം. ഈ തർക്കം ഇവിടെ നിർത്തുവോ? രണ്ടുപേരെ കൂടെ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ ഇരിക്കുന്നത്. ഒന്ന് തർക്കം ഒന്ന് നിർത്തി തരൂ. നേരങ്ങളെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നേരങ്ങളെ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞിട്ട് ചന്തുചേകവർ എന്നെ കാണാൻ വന്നത്. എനിക്കറിയാം. അതെ, കുഞ്ഞിരാമേട്ടൻ എന്നെ വിട്ടിട്ട് പോയിട്ട് കുറെ വർഷങ്ങളായില്ലേ. ഞാനും സിംഗിള്, ചേകവരും സിംഗിള്. ഞങ്ങളെ ഒന്ന് മിങ്കിളാക്കി തരൂ. ഇത് മംഗളത്തിലേ നടക്കുള്ളെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു കാര്യം ചെയ്, അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങളെ വായിന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ഞാൻ പ്ലസ് അടിച്ചത്. നമ്മുടെ കല്യാണം നടക്കത്തില്ല. നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ച പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കല്യാണം? ലോക തോൽവിയാണെന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ചന്തു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് പണനാർ പാടി നീ ചതിയൻ ചന്തു ആണെന്ന്. കളർ വന്നപ്പോ പണനാർ പാടി നീ അല്പസ്വല്പം നല്ല ചന്തു ആണെന്ന്. ഇപ്പൊ ഈ 4K യുഗത്തിൽ പണനാർ പാടും നീ പെണ്ണുപിടിയൻ ചന്തുവാണ്. അല്ല, പെണ്ണിനെ കെട്ടി ജീവിക്കാൻ പോകുന്ന ചന്തുവാണ്. ഇനിയൊരു യുഗം വരുന്നത് വരെ ചന്തു പാണനാർക്ക് സ്വന്തം. കൊടാടാ ഒരു അപ്ലാസ്. അനീഷേട്ടാ, ഒരു അപ്ലാസ്. നമ്മള് പുത്തൂരം വീടിന്റെ പല വേർഷനും കണ്ടിട്ടുണ്ട്. ഈ വേർഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാൻ. നസീർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഒരുപാട് കാലം കൂടിയാണ് ഒരു വടക്കൻ കഥകളുടെ ഒരു സ്കിറ്റ് കാണുന്നത്. പണ്ട് നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്ന ആളാണ്. നമ്മളൊരു സ്കിറ്റ് 3 ഉണ്ടെങ്കിൽ അതൊരെണ്ണം ഇതായിരിക്കും, അത് റെക്കോർഡിംഗ് ആയിരിക്കും. പക്ഷേ ഇത് ലൈവ് നിങ്ങൾ ഇത്ര മനോഹരമായിട്ട് ആ സാധനം കളിച്ചുണ്ടാക്കി എന്നുള്ളതാണ്. നല്ല സ്ക്രിപ്റ്റ് വർക്ക് കേട്ടോ. സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെയല്ലേ? അല്ലേ? സജി ഭയങ്കരമായിട്ട് ചെറുതായി പോയ പോലെ വേഷമൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ചെറുതായി പോയ പോലെ ഉണ്ട്. ഇത് ഈ കഥാപാത്രമാകാൻ വേണ്ടി ഒരു കൊച്ചു പയ്യനായി അല്ലേ?
താടിയൊക്കെ പഠിച്ചല്ലേ ഇതിന് വേണ്ടിയിട്ട്? ഒരു 1.5 വർഷമായി. 1.5 വർഷം കൂട്ടിയിട്ട് നമ്മുടെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. അതാണ് ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി അതാണ് മിക്ക ആർട്ടിസ്റ്റുകളും ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. അവർ ആ വരുന്ന ആ ഒരു എന്താണ് ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്ന് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ല, അതനുസരിച്ച് ആ ആർട്ടിസ്റ്റ് താന്ന് വരികയാണെന്ന് അവർ മനസ്സിലാക്കുന്നുമില്ല. നമ്മൾ ഏത് വേഷം തരുന്നോ ആ വേഷത്തിനനുസരിച്ച് നമ്മൾ മാറിയിരിക്കണം, എങ്കിലേ നമ്മളെല്ലാം ക്യാരക്ടർ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു വേഷത്തിൽ പോയാൽ ആ വേഷം തന്നെയായിരിക്കും. എന്തായാലും അത് ഭയങ്കരമായി പോയി കേട്ടോ. അങ്ങനെ ആ 1.5 വർഷം കൂടി ഈ ഒരു എപ്പിസോഡിന്, ഈ ഒരു സ്കിറ്റിന് വേണ്ടിയിട്ട് അതെടുത്തൊരു ഭയങ്കര കാര്യം തന്നെയാണ്. ആ ഒരു ഗുണം ഇതിന് കാണാനും ഉണ്ട് കേട്ടോ. പക്ഷെ താടി വെച്ചായിരുന്നെങ്കിൽ നമ്മളതൊരു കോമാളി എന്നുള്ള രീതിയിൽ കണ്ടു. പക്ഷേ ഇത് സത്യമാഷിയാണെങ്കിൽ അനുകരിച്ചതെങ്കിലും നമുക്ക് ആ ഒരു കോമാളിത്തരമായിട്ട് ഫീൽ ചെയ്തില്ല. നല്ല വൃത്തിയുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്തത്. അതേപോലെ സൂര്യശ്രീ നല്ല രസമുണ്ടായിരുന്നു, കുറച്ചേ ഉള്ളെങ്കിലും നല്ലതായിരുന്നു. പാപ്പാലയും നല്ല രസമുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് നല്ല കൗണ്ടറുകളായിരുന്നു ഇതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നതെല്ലാം. ഒരുപാട് നല്ല സാധനങ്ങളുണ്ടായിരുന്നു. ഒത്തിരി കാലം കൂടി കണ്ടതിൻ്റെ ഒരു സന്തോഷം. ഇങ്ങനെ ഒരു സ്കിറ്റ് നിങ്ങൾ അവതരിപ്പിച്ചതിൽ പാട്ടുകളെല്ലാം കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയെങ്കിലും നമ്മൾ മറ്റതുമായിട്ട് അടിക്കുമെന്ന് തോന്നി, പക്ഷേ ഒന്നിലും നിങ്ങൾ കൈ കൊടുത്തിട്ടില്ല. ഇത് നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തുണ്ടാക്കി അവതരിപ്പിച്ചായിട്ട് തോന്നി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാപ്പിയാണ്. നമുക്ക് എന്തായാലും പ്രചോദനോട് ചോദിക്കാം ഇതേ അഭിപ്രായമാണെന്ന്. ചേട്ടാ, അടിപൊളിയായിരുന്നു കേട്ടോ. ഉഗ്രൻ സ്ക്രിപ്റ്റ് വർക്ക്, നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പണിയെടുത്തതിൻ്റെ അറിയാനുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ പറയട്ടെ, ഈ 2020 കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിക്കറ്റ് പോകാതെ നിന്നിട്ട് അവസാനം റണ്ണും വേണ്ടപ്പോൾ ഒരു ബാറ്റ്സ്മാൻ ഇറങ്ങി അടിയായിരിക്കും എന്ന് പറഞ്ഞ പോലെ സജി ഒരു രക്ഷയില്ല കേട്ടോ. സജിയുടെ കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഒരു കൗണ്ടർ പോലും പോകാതെ ആ മാനറിസം ഒന്നിന് കൈയ്യടി കൊടുക്കേണ്ടത് അത് സത്യൻ മാഷിൻ്റെ രീതിയിൽ അത് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. കാര്യം സത്യമാഷിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നമ്മൾ ചിരിച്ചു. കാര്യം നേരാങ്ങളൊക്കെ ഒരിക്കലും ആപ്റ്റാകാത്തൊരു സൗണ്ടിൽ വന്നിട്ട് ഇയാടെ പൂന്തുപിള കേട്ടോ. കാര്യം ഫൈറ്റ് ചെയ്യാൻ നേരേ എന്നെ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ കത്തി എടുത്തിട്ട് ബഡ്ജറ്റ് കുറവാന്ന് പറഞ്ഞ് നിൽക്കുന്നു. പിന്നെ നിങ്ങൾ തമ്മിൽ ആ ഫൈറ്റ് ചെയ്ത സ്ഥാനത്തിൽ തിരിഞ്ഞു പോക്കൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അപ്ലാസ് അപ്ലാസ് ആ സാധനങ്ങളും അത് തുടക്കം മുതൽ പിടിച്ചു എന്നുള്ള ക്ലൈമാക്സിൽ ആ സാധനങ്ങളൊക്കെ രസമായിട്ട് വർക്ക് ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് നിങ്ങൾ ഈ നസർക്ക പറഞ്ഞ പോലെ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ അറിയാനുണ്ട് എങ്ങനെ ഇത് പ്ലേസ് ചെയ്യണം. കറക്റ്റ് സമയത്ത് അതിൻ്റെ ക്ലൈമാക്സ് കൊണ്ട് അടിച്ചു നിർത്തി. അടിപൊളിയായിരുന്നു. 100 ചേട്ടാ, പാപ്പാലക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാരുടെ ഒരു അട്രാക്ഷൻ കിട്ടും. നല്ല രസമുണ്ട്. അതുപോലെ സജി സത്യം ഭാഷ മാത്രമല്ല, ഈ വള്ളുവനാടൻ ഭാഷയും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. 2 സംഭവം അത് വളരെ വൃത്തിയായിട്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഡിയോ കേൾക്കുന്ന, അതായത് ഒരു ബ്രേക്കും ഇല്ലാണ്ട് പടപട എഡിറ്റഡ് ആയിട്ടുള്ള, അതായത് എഡിറ്ററിനൊന്നും ചെയ്യാനില്ലാത്ത രീതിയിലാണ് നിങ്ങൾ ടൈമിംഗ് എന്ന് പറഞ്ഞിരുന്നത്. സൂര്യശ്രീ ഇവരോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പേർക്കും കൗണ്ടർ കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാം കൂടി വന്ന് നന്നാവുമ്പോൾ അത് ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഏത് സംഭവം ആയിക്കോട്ടെ, അത് ഭാഗ്യമായിട്ട് വന്നു ചേരുന്നു. ആ ഭാഗ്യം ഇന്ന് നിങ്ങളെ തുണച്ചു എന്ന് തന്നെ വേണം പറയാൻ. അടിപൊളി. അപ്പം കമന്റ്സ് ഒക്കെ 100 ആയിരുന്നു. ഇനി മാക്സിമം അങ്ങനെയാകും എന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് എന്തായാലും നിക്കോട് തന്നെ ആദ്യം ചോദിക്കാം. ലൈക്ക് നസർക്ക, ഞാൻ സന്തോഷമായിട്ട് ഒരു 20,000 രൂപ. സൂപ്പർ, 20,000 നല്ല ഓപ്പണിംഗ് ആണ്. ടിൻചേട്ടാ, ഞാനൊരു 18,000 രൂപ കൊടുക്കും. ഓക്കെ, 38,000 ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി കളരി പരമ്പര ദൈവങ്ങളെ നമുക്ക് പ്രചോദനോട് ചോദിക്കാം എത്രയെന്ന്. പ്രചോദേട്ടാ. അല്ല, തീർച്ചയായിട്ടും ഇനി ഓലയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ ഒരു മുൻകരുതൽ നമുക്ക് വേണം. പിടിച്ചു എൻ്റെ വക ഓല. എന്താണ് ഈ അശ്ലഭ നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. നമ്മൾ ഒരുമിച്ചുള്ള 2ാമത്തെ സ്കിറ്റാണ്. നേരത്തെ ശ്രീജിന് വയ്യാണ്ടായി പോയപ്പോൾ പെട്ടെന്ന് 2 തവണ നോക്കി കയറിയത്, അത് സിൽവർ ആയിരുന്നു. ഇപ്പൊ 2ാമത് നമ്മൾ ഒരുമിച്ച് സിൽവറായി. അതൊരു കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു. സന്തോഷമുണ്ട്. അടിപൊളി. എന്താണ് പറയാനുള്ളത്? അങ്ങനെയല്ല, സംഭവം എന്ന് പറയാം, നമ്മൾ ഇപ്പം അച്ഛൻ, അമ്മ, അമ്മാവൻ, ഇങ്ങനെയൊക്കെയുള്ള പാറ്റേൺ കുടുംബ സ്കിറ്റുകൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കും. പെട്ടെന്ന് സ്കിറ്റ് സെറ്റ് ആവാൻ വേണ്ട, അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും ഒത്തുവരാറില്ല. ഇപ്പം അങ്ങനെ ഒരു സംഭവം കിട്ടി, ചെയ്യാൻ ശ്രമിച്ച് ചെയ്തു. ഇനി സൂര്യശ്രീ ചേച്ചി പറയൂ. അല്ല, ഭയങ്കര സന്തോഷം. കാരണം കുറച്ച് 1-2 സ്കിറ്റൊക്കെ കഴിഞ്ഞിടയ്ക്ക് ഭയങ്കര ഭയങ്കര വിഷമമായിരുന്നു. ഇതെന്തായാലും സിൽവർ അടിച്ചു. പറഞ്ഞു പ്രാവശ്യം സിൽവർ വേണം, നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. സന്തോഷം. അപ്പൊ നമുക്ക് വീണ്ടും കുറെ പഞ്ചസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ അടുത്ത ഐറ്റവുമായി എത്തുന്നത് നമ്മുടെ ഈ ഒരു വേദിയുടെ 3 മിന്നും താരങ്ങളാണ്. അവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ശ്യാം തൃക്കുന്നപ്പുഴ, മനോജ് വലഞ്ചുഴി ആൻഡ് സുമി ചേച്ചി. ഇത് ഐറ്റം വേറെ. ചൂടാൻ നാടമാണു പ്രണയരാഗില മലരേ പ്രണയപരാഗില മലരേ. മീനാക്ഷിയോട് ഞാൻ പിണക്കോ എന്താ എന്റെ കല്യാണത്തിന് വരാഞ്ഞേ? അയ്യോ സോറി, തിരക്കായി പോയി. അടുത്താണോ വരാൻ കേട്ടോ. കൈന്നിട്ടാണ് തിരക്കായി പോലും തിരക്ക്. വീട്ടിൽ വെറുതെ ഇരുന്നാലും മീനാക്ഷി ഇങ്ങനെ തിരക്കായി പോയി. ക്ലോക്കിൽ 6 മണി എന്ന് പറഞ്ഞ സമയം കണ്ടിട്ടുണ്ടോ? വെളുപ്പിന് 6 മണി ഇല്ല, ചുമ്മാ പറയരുത്. ഇല്ല, 7 മണി എന്ന് പറയുന്ന സമയം കണ്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് 9 മണി കണ്ടിട്ടുണ്ടോ? 11 മണി വരെ കിടന്നുറങ്ങും. ആന്റി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 11 മണി വരെ. എന്നിട്ട് തിരക്കാ പോലും. തിരക്കാ ചവിട്ടി കൂട്ടിട്ടേക്കുന്ന ബെഡ്ഷീറ്റ് ഇങ്ങനെ തിരക്കും. അതാണ് തിരക്ക്. പ്രചോദേട്ടാ സോറി, അറിയാമല്ലോ ഒരു കല്യാണം ആകുമ്പോ എന്തുമാത്രം തിരക്കാന്ന്. നമ്മള് ആൾക്കാരെയൊക്കെ വിട്ടുപോകും. കല്യാണം വിളിക്കാൻ പറ്റിയില്ല. സോറി പ്രചോദേട്ടാ, ഒന്നും വിചാരിക്കരുത്. കൃത്യം 1 മണി ആയപ്പോ അവിടെ കിടന്ന് തെള്ളുക. പക്ഷെ വന്നു. എന്തായാലും കൊള്ളാം നസീർക്ക. സംക്രാന്തി വരെ വന്ന് കല്യാണം വിളിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കില്ല. തിരിച്ചെന്നെ പിന്നെ കാണാനേ ഇല്ല. പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് മേളിലും താഴെയൊക്കെ ആയിട്ട് അങ്ങനെ. സോറി. എന്തായാലും ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ. എന്റെ പേരെന്തെന്നറിയാ? തന്മാത്ര. സൗമിത്ര. ചേട്ടൻ എന്നെ മിത്ര എന്ന് വിളിക്കും. വിരുന്നിന് വന്നേക്കോ. 2 ദിവസമായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ബിബി ചാന്തണി ചിങ്കാരി ചിപ്പി വളക്കിന്നാരി നീ എന്നെ എങ്ങനെ സ്വന്തമാക്കി. കൊഞ്ചടി പെണ്ണേ മറിമാൻ കണ്ണേ കാമൻ മീട്ടും മായാവീണേ. ചിക്കൻ ചിലമ്പുന്ന തങ്കച്ചിലമ്പിട്ട് തെന്നി തുടിക്കേടി കള്ളിപ്പെണ്ണേ. ചോറ് കൂട്ടി തിന്നാനും എന്തോ ഇത്? മതി. മീനാക്ഷി എനിക്കറിയാലോ. എന്തുവാ? ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് അറിയാം. ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ലുമിനാറ്റി അല്ലേ? അത് ഇല്ലുമിനാറ്റി. ഇത് മീനാക്ഷി. ചില സമയത്ത് മീനാക്ഷി ഇവി ഭയങ്കര ഹ്യൂമർ കേട്ടാ ഹാമർ എടുത്ത് അടിക്കാൻ തോന്നുന്നു ചില സമയത്ത്. എന്തോ അത്ര വേണ്ട. ഓ പോട്ടെ. പറയട്ടെ. സമയം ഇത്രയായി. വിബിക്ക് വിശക്കുന്നുണ്ടായിരിക്കും. എന്തുവാ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്? വിബിന്റെ മമ്മി ഉണ്ടാക്കുന്ന അതേപോലുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി തരും. എന്തോ എന്റെ മമ്മി ആണെങ്കിൽ രാവിലെ ബിരിയാണി ഉണ്ടാക്കി തരും. രാവിലെ ബിരിയാണിയോ? ഉച്ചക്ക് ഇഡലി സാമ്പാറും. അപ്പൊ രാത്രിയിലോ? രാത്രി കടുങ്കാപ്പിയും 2 ബിസ്ക്കറ്റ് തരും. ഇതെന്താ എല്ലാം തിരിഞ്ഞു പോയല്ലോ ഇത്? എത്ര നിർബന്ധം തോന്നുന്നു കറക്റ്റ് സമയത്ത് അങ്ങനെ കഴിക്കണമെന്ന്? എപ്പോ കഴിക്കുന്ന പറയാലോ, നമ്മുടെ വയറ്റിലോട്ടല്ലേ പോകുന്നത്, നമ്മൾ ഒറ്റയ്ക്കല്ലേ കഴിക്കുന്നത്. എപ്പോ വേണമെങ്കിലും കഴിക്കാമല്ലോ. ശരി. എന്ത് ഇത്ര നേരമായിട്ട് ഫ്രഷ് ആവാൻ? ഞാൻ നേരത്തെ എണീറ്റ് കുളിച്ചു നനച്ചു ഇവിടെ എല്ലാം വായിന്നൊക്കെ ഇറങ്ങിയതാ. ഞാൻ ബാത്റൂമിലോട്ട് ചെന്നപ്പോഴേ ബാത്റൂമിനകത്ത് ആരുണ്ട് വെള്ളം തുറന്നു വിട്ടേക്കുന്നു. അയ്യോ എന്റെ മാമന. ആ മാമന് എപ്പോഴും ഉള്ള സ്വഭാവം ആ ബാത്റൂമിൽ കയറിയാൽ ഉടനെ അങ്ങ് പൈപ്പ് തുറന്നു വിടും. അതിന് ഈ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞ ഉടനെ പൈപ്പ് തുറന്നു വിടുന്നത് അതെന്താന്ന് വെച്ചാൽ മാമന്റെ ശീലവാ. പുറത്തുള്ള മറ്റ് സൗണ്ടുകളൊന്നും അകത്തോട്ട് കേൾക്കാതിരിക്കാൻ മാമൻ അങ്ങനെ. അത് അകത്തെ സൗണ്ട് പുറത്തോട്ട് കേൾക്കാതിരിക്കാനാണ് വെള്ളം തുറന്നു വിടുന്നത്. എന്റെ പാപ്പ ഇതിന് ബാക്കിയാ. എന്തുവാ? ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ പൈപ്പ് തുറന്നു വിടത്തില്ല, കൈ അടിച്ചോണ്ടിരിക്കും ഇങ്ങനെ. ഓരോരുത്തരുടെ ശീലം മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോഴത്തേക്ക് വിബി ഈ പരിസരം മൊത്തം കാണാം. നല്ലൊരു കാര്യം ചെയ്യും, അപ്പുറത്ത് പാടമുണ്ട്, പാടം കാണാൻ നല്ല രസം. പാടത്ത് ഞാൻ പോകത്തില്ല. എന്താ? എനിക്ക് കൊക്കുമുണ്ടി കാണുമ്പോ പേടിക്കാം അങ്ങനെ. അയ്യോ കൊക്കുമുണ്ടി ഒന്നും ചെയ്യത്തില്ല. അതൊന്നും ചെയ്യത്തില്ല, പക്ഷെ അതിന് ഒറ്റക്കാലം നിൽക്കുമ്പോ മറിഞ്ഞു വീഴുമോ എന്ന് എനിക്കൊരു പേടിയാ. അതാ ഞാൻ പറഞ്ഞ എനിക്ക് പേടിയാ. ബിപ്പി ബോംബ് പൊട്ടുവോ? ഞാൻ
ബിബി ബിബി എന്ന് വിളിച്ചാ റെഡിയാ ഓയ് റെഡിയാ ഞാൻ റെഡി ഞാൻ പല്ലിതാക്കുമ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ബ്രഷൊക്കെ സെപ്പറേറ്റ് എടുത്ത് വെക്കണം. എനിക്ക് ഇഷ്ടമല്ല ഇന്ന് എല്ലാവരും കൂടെ കുന്നും കുട്ടി വെക്കാൻ. ഇവരുടെ ബാത്റൂമിന്റെ സൈഡിൽ ചെന്ന് നോക്കണം. നിറവറയ്ക്കകത്ത് പൂക്കൊല ഇരിക്കുന്ന പോലെ ബ്രഷ് ഇരിക്കുന്നത്. എല്ലാവരും വെച്ചേക്കുവാ. ഇവരുടെ വല്യമ്മയുടെ ബ്രഷ് ഒന്ന് കാണണം. വല്ല സൂര്യകാന്തി പൂ വിടർന്നിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഇവര് വല്യമ്മ തേക്കുമ്പോൾ ഈ രണ്ട് സൈഡിലാണ് കൊണ്ടുവന്നേ. പല്ലിനകത്തോട്ട് അവർക്ക് 12 രൂപ കൊടുത്തിട്ട് ബ്രഷ് വാങ്ങിച്ചു കൊടുക്കണം. നാളെ കേടാ അതൊക്കെ. പോട്ടെ ഒരു കാര്യം റെഡിയാ റെഡി ആവ് എനിക്ക് മോളടി കൊച്ചാടി മോളെ കൊച്ചാടി എവിടാ ഇവിടെ ഈ മാവിന്റെ അടക്കി അയ്യോ എന്തിനാ കൊച്ചാ അവിടെ കയറിയിരിക്കുന്നേ? ഞാൻ ഒരു ചക്കയിടാൻ കയറിയത് പ്ലാവിന്റെ ഉണ്ടക്കി കേട്ടില്ല. മാവിന്റെ വണ്ടയ്ക്ക് ഇരിക്കുവാന്ന് പ്ലാവിന്റെ വണ്ട ഒരു ചക്കയിടാൻ മനസ്സിലായില്ല. മാവിന്റെ പണ്ടക്ക് കയറി എങ്ങനെ ചക്ക ഇടുന്നത്? പ്ലാവിന് ഭയങ്കര പൊക്കമെന്ന്. അപ്പൊ മാവേ കയറി ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് ബാക്കി പ്ലാവേ കയറിയാൽ മതിയല്ലോ. എന്നിട്ട് ഇതുവരെ ചക്ക ഇട്ടില്ലയോ? ചക്ക ഞാൻ രാവിലെ 7 മണിക്ക് ഇട്ട് കൊടുത്തല്ല. പിന്നെ എന്തോന്ന് കയറിയിരിക്കും ഇങ്ങോട്ട് ഇറങ്ങാന്? അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവള് പറയും അത് വെട്ടിക്കീറ് പൊളിക്കെന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യ മൊത്തം ചക്കരക്കാക്കും. അപ്പൊ അത് ഈ വേവിച്ച മണം വന്നു കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറങ്ങാൻ നിർത്താം. വേവിച്ച മണം വന്ന് വാ. പിന്നെ ചക്ക ഇട്ടോ? ചക്കയിട്ടല്ലേ ഞാൻ കൈവിട്ടാ. എന്തോ പൊക്കോന്നറിയാ പ്ലാവിന്. പിന്നെ വലിയ ആലോചിക്കണമായിരുന്നു ഞാൻ എടി പിന്നെ കൊച്ചേ എന്തുകൊണ്ട് വിചാരിച്ചു നല്ല വിശേഷം. കല്യാണത്തിന് മൈൻഡ് ചെയ്തില്ല കേട്ടോ. അല്ലാത്തപ്പോ ഭയങ്കര ഇതാ 1000 പറഞ്ഞിട്ട് നല്ല ഷർട്ടൊക്കെ എടുത്ത് ഇടായിരുന്നു സത്യം. അതെ നല്ല ഷർട്ട്. ഓ പിന്നെ ഒരു കൂറ കൈലിയും പന്ന ഷർട്ട് എന്നിട്ട് ഇൻ ചെയ്ത പോലത്തെ ഗമ ഇങ്ങനെ ഇൻ ചെയ്ത പോലത്തെ ഗമയുടെ അല്ല ഷർട്ട് വലിച്ചിടുവല്ല. ഞാൻ ആ പ്ലാവിന്ന് കഴിപ്പിക്കുന്ന നിരകി ഇറങ്ങിയേ. അപ്പൊ ഈ വയറ്റത്തെ തൊലിയെല്ലാം കൊണ്ട് ഞെരുക്കി കഴുത്തിന്റെ അവിടെ വന്നിരിക്കുക. അത് പിടിച്ച് നേരെ ഇടുക. ഇത്രയും നേരം പൂക്കൾ ഇവിടെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് മുട്ടുക്കാൻ തോർത്ത് അങ്ങനെ വലിച്ച് ഞാൻ താഴോട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കുവാ. പെങ്കൊച്ച കല്യാണം അവന് ചെറുക്കാൻ ചെറുക്ക ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിന്റെ കൂടെ അവനാണോ ചെറുക്കനാണോ? ഞാൻ വിചാരിച്ച ഇവിടെ കണ്ട് പേർഷ്യൻ കാറ്റിനെ മുള്ളിക്കാൻ കൊണ്ട് നടക്കുമെന്ന് ഓർത്തിരിക്കുക ഞാൻ. അവനാണ് ഇവിടെ പായസത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പക്ഷേ ഷുഗറുകാർക്ക് പറ്റിയല്ല ഉള്ള കാര്യം. അല്ല സാമ്പാർ കുഴപ്പമില്ല. ഇച്ചിരി ഉപ്പ് കുറഞ്ഞാലും അത്യാവശ്യം നല്ല സാമ്പാറായിരുന്നു. എല്ലാവരും കഴിക്കുകയും ചെയ്തു. തോരന്റെ കേസാ. തോരൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും. ചിലർ ക്യാബേജ് കഴിക്കാതെ യൂറിക് ആസിഡുള്ള അങ്ങനത്തെ. അതല്ലേ പറഞ്ഞു ഞാൻ സദ്യയുടെ ശ്രദ്ധയിലായിരുന്നു. ആ ചെറുക്കനെ കണ്ടില്ല ഞാൻ. പിന്നെ കല്യാണത്തിന് എന്നിട്ട് മണ്ണ് വരുത്തിന്റെ നമുക്ക് ആർക്കല്ല ചോറിനാന്ന് തോന്നുന്നേ. വിളിച്ച ആ വേണ്ട കേട്ടോ ഇനിയിപ്പോ വിളിക്കണ്ട. മറ്റേ ആ സുനീത പ്രൈവറ്റ് ബസ് വന്ന് ഇട്ടിട്ട് നടിക്കുന്നുണ്ട്. ഞാൻ പോവാ അങ്ങനെ ടൗണിൽ വരെ പോണം. ഞാൻ വിളിച്ചതന്ന് കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ അവിടെ നിൽക്കുമ്പോഴേ അയലത്തെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേന് ചേട്ടോ ആ ചക്കയുടെ ഒരു ചൊളങ്ങിയതാ എന്ന് പറഞ്ഞോളാം. ഇപ്പൊ കല്യാണം വെച്ചോ എന്താ പാടി ഈ പാഷനും പഠിച്ചേക്കെ എന്തുവാ അപ്പൻഡീസിന് ഓപ്പറേഷൻ നടത്തി വെച്ച് കുത്തി അടുത്ത കിടന്ന മാല പുക്കളുടെ അടുത്ത് രോഗത്തെ കുരുക്കി. ഓ രുദ്രാക്ഷക്കാ നെഞ്ചത്ത് കുറിച്ച് പെരുക്കി. ഓ ചെവിയിലെ രോഗം പിടിച്ച് വലിച്ചു. അയ്യോ മൂക്ക് ചുമ്മാ പിടിച്ച് വിടുത്തി. ചെറുക്കനെ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ആക്രമിച്ച് ഞാൻ കൊല്ലു. ആ ചെറുക്കനെ വിളി. ചെറുക്കനെ വിളി വിളി. ഇതെന്തോ റബ്ബർ പാല് കുടിച്ചോ രാവിലെ ചാടി ചാടി നടക്കുന്നു. ഇതാണോ? ഇതാണ് ബിബി. നമ്മുടെ അടുത്തുള്ള ഞാനതാണ് വീട്. കൊച്ചാ ഞാനിത് കാണത്തെ. എന്റെ പേര് അച്യുതൻ. നാട്ടിലെ അത്യാവശ്യം തണ്ടെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. അച്യുതണ്ടെന്ന് പറയണേ അല്ലല്ലോ. ഞാൻ പിടിച്ചാലും കൊണ്ട് പോകണം. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടേ. ഇത് കണ്ടോ മസില്. ഇത് കണ്ടോ മസില്. അയ്യോ തട്ട് തട്ട് തട്ടാതിരിക്കും. ഇതെന്ത് സംഭവം? ഇതെന്ത് സംഭവം? ഇത് അയ്യോ ഒരു പാക്കില്ലല്ലോ. ഒരു പാക്ക് 4 എണ്ണേ ഉള്ളൂ. ശരിയാ. അയ്യോ എന്റെ പീടിയുടെ പാക്ക് കാണുന്നില്ല. എവിടെ വീട് എവിടെ? നമ്മളെ ഇവിടെ ചങ്ങനാശ്ശേരിയില്ല. ചങ്ങനാശ്ശേരിയാണ്. വീട്ടിൽ വരെ അച്ഛനൊക്കെ എന്തോ ഡാഡി 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 വീട്ടിലുണ്ട്. എന്തോ ചെയ്യോ? ഡാഡിക്ക് ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. നോക്കണേ ഒരു പണിയില്ല. വീട്ടിൽ ഇരിക്കുന്നവനെ വിളിക്കുന്നു ഡാഡി. രാവിലെ 6 മണിക്ക് തൊട്ട് വൈകുന്നേരം 6 വരെ പെയിന്റ് പണി കഴിയുന്നവനെ വിളിക്കുന്നത് അച്ഛാന്ന്. ഇതൊക്കെ ആ വിരോധാഭാസം. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 26-ാം തീയതി പറക്കാൻ തുടങ്ങുക. എവിടെ പോകുന്നവിടെ? സിംഹം കുരുക്കി തുപ്പത്തില്ലേ? സിംഹം കുരുക്കി തുപ്പുന്നു.
സിംഹം വായി വെച്ചിട്ട് ഇങ്ങനെ തുപ്പി വിടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. സിംഗപ്പൂരോ? അതിനാണോ മുറുക്കിത്തുപ്പെന്ന് പറഞ്ഞു? സിംഗപ്പൂരാണോ? ശരി ശരി. വിവി പോയാലും സാരമില്ല, വിവിയുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ബന്ധുക്കൾ എല്ലാരും എല്ലാരും അടുത്തടുത്തുണ്ടല്ലേ? എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് മാമനെ താമസിക്കുന്നത്. ഓ ശരി ശരി. അടുത്ത സൈഡിലായിട്ട് ചിറ്റപ്പൻ താമസിക്കുന്നത്. ശരി. അങ്ങനെ ആ സൈഡിലായിട്ട് ഞങ്ങളുടെ കുഞ്ഞമ്മ, ഈ സൈഡിലായിട്ട് കൊച്ചത്തിന്, അതാണ് അങ്ങനെ നീ താമസിക്കുന്നത്. ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ല. അങ്ങനെ ബന്ധുക്കളുടെ ഇടയിൽ കിടന്നാൽ നമ്മൾ ഗുണം പിടിക്കത്തില്ല. അതെനിക്കറിയാം. നിന്ന് പ്ലാവിന്റെ മണ്ടയ്ക്ക് ഞാൻ വലിച്ചിറക്കുമായിരുന്നു, അല്ലെങ്കിൽ പല്ല് തേച്ചോണ്ട് ഇതുവഴിയൊക്കെ പോയി. അതെ അതെ, ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എടുക്കും, ബ്രഷ് കയ്യിലെടുക്കും. എന്റെ അതിന് മോന് പല്ല് തേച്ച് ഞാൻ ഇവിടം വരെ വരും പറമ്പിനോട്. അങ്ങനെ നീ ചെല്ലു കൊച്ചാ, ഞാൻ ചെറുക്കനോട് സംസാരിക്കട്ടെ. കഴിച്ചിട്ടില്ല പെട്ടെന്ന്. അല്ലല്ല കുഴപ്പമില്ല, ഞാൻ സംസാരിക്കുന്നത് എന്തുവാ. വന്നേക്കണേ കേട്ടോ. എന്താ വിശേഷം? നാടും നമ്മുടെ നാട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു പണി ഇന്നവൻ ഞാൻ കൊടുക്കും ഞാൻ. കാരണം എന്റെ പെങ്കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചേർക്കാൻ എന്റെ മരുമോനുമായിട്ട് ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്ന് നിൽക്കുക. ഇപ്പൊ കയറിപ്പോല്ലോ ഒരുത്തി അവിടെ തന്നപ്പടി ഈ വീടിനകത്തുള്ള അവൻ എന്റെ ചെറുക്കനെ മരുമോൻ ചെറുക്കനെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ട് അന്ന് തുടങ്ങിയ വഴക്ക് അന്നത്തെ ദിവസം കൊണ്ട് എന്റെ മോള് വട്ടം അവൻ പിരിയുമായിരുന്നു. വടക്കുണ്ടാക്കി അവനെ ആവശ്യമില്ലാത്ത കള്ളു കുടിപ്പിച്ച്. സത്യം പറഞ്ഞാൽ ആ നിമിഷം പോലെ ഈ നിമിഷം വരെ എന്റെ പെങ്കൊച്ച് കണ്ണീര് കുടിക്കുക. ഇപ്പൊ ഞാൻ രാവിലെ വന്നപ്പോഴും ഒരു ഉണക്കമീനും ഇച്ചിരി ചമ്മന്തിയായിട്ട് പെങ്കുച്ച് കണ്ണീര് കുടിക്കുന്ന കണ്ടേച്ചാ ഞാൻ വരുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ ഇവനെ കള്ളു കുടിപ്പിച്ച് നശിപ്പിക്കും. ഞാൻ ഇവനെ കൊണ്ട് വഴക്കിടിക്കും. ആ സൈസ് പണി എൻ്റെ ഉണ്ട്. കൊച്ചേ വയലാട്ടം കഴിഞ്ഞോ? വയലാട്ടം കഴിഞ്ഞോ? വാ ചോദിക്കട്ടെ. പിന്നെ അമ്മായിച്ചൻ എന്തോ മേടിച്ച് അന്ന് വന്നിട്ടോ? വല്ല എടുത്ത് തന്നോ? കാപ്പി എടുത്ത് തന്നായിരുന്നു. അതല്ലെന്ന് എങ്ങനെയാണ് ചൂടായിട്ട് വല്ലതും തന്നോ? ചൂടായിട്ട് തന്നു. ആണോ? ബ്രെഡ്. അല്ല വല്ല ഈ തണുത്ത അല്ലാത്ത അങ്ങനെ ഫ്രിഡ്ജിലെ അതൊക്കെ അങ്ങനത്തെ വല്ലതും ഐസ് കട്ട എടുത്ത് തന്നായിരുന്നു. ശരിടാ, ഇത് എങ്ങനെയാടാ ഇവനെ ഒന്ന് പറ. എല്ലാം മേടിച്ച് തന്നോന്ന്. അടിക്കുമോ? അടിക്കുമോ? സ്മോൾ അടിക്കുമോ? പുതിയ വീട്ടിൽ വന്നില്ല. എനിക്ക് അറിയത്തില്ല. എന്തോ അറിയത്തില്ലെന്നോ? അങ്ങനൊക്കെ ഉണ്ട്. എന്ത് സ്മോൾ അടിക്കുക ഒഴിച്ച് നമ്മളെ പപ്പായും മമ്മിയും അവരൊക്കെ മുപ്പാട്ട് ഡാഡിയൊന്നും അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കഴിക്കണമെന്ന് ഇങ്ങനെ പുതിയ വീട്ടിൽ വന്ന് നിൽക്കുമല്ലോ. അങ്ങനെ അടിക്കാൻ അറിയത്തില്ല. ഞാൻ അങ്ങനെ അടിച്ചോടെ. ഇതൊരു പണി നടക്കത്തില്ലല്ലേ? ഇത്ര കിഴങ്ങനാ നീ എന്നുള്ള എനിക്ക് അറിയത്തില്ല കേട്ടോ. ഭയങ്കര കിഴങ്ങൻ ചെറുക്കനാ നീ. അല്ല സാധാരണ കല്യാണം കഴിക്കുമ്പോൾ വയ്യന്മാർ രണ്ടെണ്ണമൊക്കെ അടിക്കണം. രണ്ട് സ്മോൾ അടിച്ച് വീട്ടിൽ ചെന്ന് വഴക്ക് അതൊക്കെ എൻ്റെ ഒരു രീതി. അത് തമാശല്ല, അങ്ങനെ വഴക്കിടണമെന്ന്. നല്ല ടേസ്റ്റാ. നല്ല ആൾക്കാരാണ് അവര് നല്ല ആൾക്കാരാ. പെങ്കൊച്ച ഉഗ്രം, നല്ല മര്യാദക്കാരി പെങ്കൊച്ച. ഇവളെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കണ്ടിട്ട് പിന്നെ ഈ കല്യാണത്തെ തലേദിവസം ഞാൻ കാണുന്നത്. ആ രണ്ടോടെ പോയിട്ട് പിടിച്ചോണ്ട് വന്നത്. അങ്ങനെ ഞാൻ അങ്ങനെ സത്യം. അന്ന് കല്യാണത്തിന് 10:30 മുഹൂർത്തം. ഓ ശരി. ഇവള് വരാൻ താമസിച്ചാണ് ഞങ്ങൾ 12:30 ആക്കിയായിരുന്നു. അങ്ങനെ ഒരു കിഴങ്ങനാന്ന് ആലോചിക്കണേ. അതല്ല, ഇവർ ഭയങ്കര തറവാടികളും ഭയങ്കര ഇതൊക്കെയാണെന്ന് പറഞ്ഞത്. അല്ല നീ എടുക്കനാ, നീ മര്യാദക്കാരൻ ചെറുക്കനാ. കാരണം നിന്നെ കണ്ടാ അറിയാം. നല്ല മുക്ക് നേറാ. അവനെ പോടുത്തി കൊണ്ടിരിക്കുമ്പോ മൂക്കിനകത്ത് കൈ ഇളക്കുവേ. ഇങ്ങനെ മാറി എടാ രണ്ടെണ്ണം അടിക്കണം. അതാ ഒരു ഇതെന്ന്. നല്ല തറവാടികൾ. അപ്പൂപ്പനാണെങ്കിൽ തേരാളിയായിരുന്നു പറയും. രാജാവിന്റെ തേരാളിയൊക്കെ. അത് അപ്പനോ? തേരാളിയോ? രാജാവിന്റെ തേരാളിയായിരുന്നു പറഞ്ഞത്. മറ്റേ 12 കുതിര ഇങ്ങനെ കൊണ്ടുപോകണം. 12 കുതിരയുടെ കണിയാണ് വെച്ചിട്ട് കൊണ്ടുപോയിട്ടുള്ള ആളാന്ന് പറഞ്ഞു. ഇവർ അപ്പൂപ്പനെ തേരാളിയായിരുന്നു. അപ്പോൾ ഇപ്പൊ എവിടെ താമസിക്കാന്നറിയാവോ? എവിടെ? നെടുങ്കണ്ടത്ത്. അതെന്താ? ഇവിടെ പശുവിനെ കെട്ടാനായിട്ട് ഈ പറമ്പ് ഇറങ്ങിയതാ. ആ പശു വലിച്ചോണ്ട് പോയപ്പോ നേരെ കൊണ്ടുപോയി നെടുങ്കണ്ടത്ത്. ഒരു വളവ് വീശി അടിച്ചപ്പോഴത്തേന് 12 തേയിലയുടെ മണ്ട ഇങ്ങനെ പിച്ചി പറിച്ചോണ്ട് അങ്ങനെ പോയി. അങ്ങനെ ഇപ്പൊ നെടുങ്കണ്ടത്ത് താമസിക്കുന്നു. ഒരെണ്ണം അടിക്കടാ. അതാണ് പിള്ളേർ നാണക്കേടാന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ അങ്ങനെ കുടിക്കുന്നു. ആ പിള്ളേരാകുമ്പോ രണ്ടെണ്ണം അടിക്കുന്നു. ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെ അതിനെന്തോ നാണക്കേടാന്ന്. നീ അയ്യേ ഇതെന്തോ ചേർക്കാനാണ് ഇവ? അയ്യേ ഞങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ഡെയിലി കഴിക്കും. അതാണ് ആണുങ്ങൾ ചെയ്യുന്നത്. ഇതൊരു ചേർക്കേണ്ടത്. ഒരു പുള്ള ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കൊടാക്കാൻ. അത് ഞാൻ ഇപ്പൊ അടിച്ചു കാണിക്കാൻ. ഇപ്പൊ ഞാൻ അടിച്ചു കാണിക്കും. ഒറ്റ കഴിയും. ഒറ്റ കഴിക്കും. അടിച്ചില്ല നാണക്കേടായിരുന്നു. ഒരു നാണക്കേട്. ഞാൻ അടിക്കും. ഉറപ്പാ ഞാൻ അടിക്കും. അവിടെ ഇല്ല അവിടെ തന്നെ ഒന്ന് കേട്ടോ. പറഞ്ഞു നാണം കേട്ട നാണാന്നാണ് എനിക്ക് പറഞ്ഞത്. ഞാൻ എങ്ങനെ കുടിക്കും? കളയാനും പറ്റും. തോളത്തോട് ഒഴിച്ച് കളയാം. ഇതിനൊക്കെ ഒറ്റയ്ക്ക് അടിപ്പിക്കത്തില്ല. ഞാനോട് അടിക്കും. ഇതെന്തുവാ? ഇതടിക്കാൻ നമ്മൾ അടിക്കുന്ന ഇതാ. ഇങ്ങനെ ഇരിക്കുന്നത്. കളർ ഇങ്ങനെ വന്നോ? അപ്പൊ പിന്നെ അടിക്കുമെന്ന് പറഞ്ഞോ? ഒരെണ്ണം അടിക്കേ. അതാ ആണുങ്ങൾ ചെയ്യേണ്ടത്. അതാ ഇരിക്കാൻ അങ്ങോട്ട്. വേണ്ടാക്കളെ. എടാ ചെറുക്ക ഇരിക്കാൻ അങ്ങോട്ട്. ഒരെണ്ണം അടിക്കണം. അതല്ലേ അതിന്റെ സുഖം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടൊന്ന് കൂടി വെച്ച് പിന്നെ ഒരെണ്ണം അടിച്ചില്ല. പിന്നെ എന്തുവാ? മിലിറ്ററിയാ 1000 രൂപ. അവിടെ അച്ഛനൊക്കെ ഭയങ്കര മോശം. അവിടെ അച്ഛനെ ഒരു മോശം ഇല്ല. നല്ല മനുഷ്യനാവൻ്റെ. കഴിക്ക കുഞ്ഞാദ്യമായിട്ട് ഐശ്വര്യം. വെള്ളം വേണം? എന്നിട്ട് വെള്ളമൊക്കെ ഒഴിക്കോ? ആണ്ടേ എന്നാ കരിക്ക കൂമ്പ കൊണ്ട് അടി. അടിക്കട ഇറക്കാൻ ഇവൻ. ഞാൻ പറഞ്ഞ ഇവൻ ചുമ്മാതെ ഇവൻ നാണമില്ലാത്ത ഇറക്കാൻ. കിഴങ്ങൻ ചെറുക്ക. ഓട്ടം കൊണ്ട് ഇവൻ ഇത് സമ്മതിക്കത്ത്. ഓക്കെ
എനിക്കിടാ ആണമില്ലാത്തവനെ നീ ഒരെണ്ണം അടിച്ചിട്ട് ഈ കിടന്ന് അടിക്കണ നീ ഒരു പുള്ളടിക്കുന്നു ആണമില്ല ഞാനാണെ മൊത്തം ഇങ്ങനെ കുടിക്കും ഈ ഒരെണ്ണം അടിച്ചിട്ട് അയ്യേ ആണക്കെട്ട ചെറുക്കൻ ശിവു ഇവൻ കൊള്ളത്തിലടാ അയ്യേ കിടങ്ങാൻ ചെറുക്കൻ കപ്പാസിറ്റി ഇല്ല അടി 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 ഗിരി വീട്ടിൽ ചെന്ന് അവക്ക് മുതുകത്ത് 2 പേരിക്കാൻ കൊടുക്കണം നിന്റെ പെണ്ണുമുളയ്ക്ക് അറിയോ ഞാൻ വീട്ടിൽ വന്നപ്പോ അമ്മ വഴക്കുണ്ടാക്കി എന്റെ മമ്മി കരയരുത് ദേഷ്യം പിടിക്കുന്ന അതിനു വേണ്ടി ഞാൻ ഈ കാഴ്ചലവാക്കിയ ദേഷ്യം ദേഷ്യം കയറത്തുന്നു ഈ ചെറുക്കൻ അല്ല കരയില് 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 നാശമാന്ന് ചുമ്മാ നാശം ഉണ്ടാക്കൂലേ ഇത് ദേഷ്യപ്പെടുന്നു എല്ലാ ഹോളും കൊടുത്തല്ലോ പിന്നെയും വരുന്നു ഇത്രയും ഹോള് മാത്രമല്ലല്ലോ ഹോളും അമ്മയ്ക്ക് ബോധം വേണ്ട അമ്മയ്ക്ക് എടുത്തു വെച്ചിട്ട് ഒന്നല്ല അങ്ങോട്ട് വന്നല്ലോ ഇതെന്തെടുത്ത എന്തുവാ മൊത്തം വെട്ടി വീർത്തിരിക്കുന്നെന്തോ ഇത് കോതിയിട്ടതാങ്ങളെ ഇത് അങ്ങോട്ട് മാറ്റിയിട്ടാ മതി അത് മാറ്റാം ഞാൻ മാറ്റിക്കോളാം ബിബി എവിടെ അങ്ങ് വന്നായിരുന്നു അങ്ങോട്ട് വന്നില്ല എന്തോ പട്ടി പറ്റി കിടക്കുന്ന അവിടെ വന്നേ എന്നോട് പറഞ്ഞു എനിക്ക് പറഞ്ഞ എടുത്തോണ്ട് തരാം നമുക്ക് ഒന്ന് ചടിക്കാന്ന് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത മനുഷ്യനാ അങ്ങനൊന്നും ഇല്ല അതൊന്നും ചെയ്തില്ല ബിബി എവിടെ ബിബി അങ്ങോട്ട് പോയോ ഇല്ല പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കേ ഇല്ല ഇങ്ങോട്ട് മാറിക്കേ അല്ലല്ല അവൻ കൊണ്ടുവന്ന എനിക്കറിയത്തില്ല എന്താ മര്യാദ കൊച്ചട കാണിച്ചത് എന്തൊരു വിവരക്കട പറഞ്ഞു ഞാൻ ഇത് കൊണ്ട് എങ്ങനെ എന്റെ അച്ഛൻ്റെ അമ്മ എടുത്തോണ്ട് പോകുന്നത് ഇതുവരെ മദ്യം കുടിച്ചിട്ടില്ലാത്ത മനുഷ്യർ നിങ്ങൾ എന്തൊരു മര്യാദ കാണിച്ചത് ഇങ്ങനെയാണ് നാട്ടുകാര് അല്ലെങ്കിൽ ഉള്ളതാ നിങ്ങളുടെ മോളെ മരുമോനെ കിട്ടോണ്ട് പോയതിനെ അതുപോലെ ആക്കാനാണോ അടങ്ങടി ഒരുപാട് തളയ്ക്കാതെ അടങ്ങടി എന്റെ പെങ്കൊച്ച കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിരുന്നിന് വന്ന ചെറുക്കനുമായിട്ട് എന്റെ മരുമോൻ ചെറുക്കനെ നിന്റെ അച്ഛനാടി കൊണ്ട് കുടിപ്പിച്ച അന്ന് പിരിഞ്ഞു പോയത് അവർ രണ്ടും ആ വാശി എനിക്കുണ്ട് ഇവനെ ഇന്ന് ഞാൻ കള്ളു കുടിപ്പിച്ച് ഇവനെ ദേഷ്യപ്പെടുത്തി നിന്നെ ഇടിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുതെന്നാ പറഞ്ഞു നിങ്ങൾ അന്ന് മരുമോനും മോളും കൂടെ വന്നപ്പോ നിങ്ങൾ ആ ചെറുക്കന് കൊടുക്കാതെ മദ്യപിച്ചില്ലയോ മാറ്റി നിന്ന് അവന് കൊടുക്കാതെ കാണാതെ നിന്ന് മദ്യപിച്ചതിന് ആ മുഴുക്കൊടിയനായ നിങ്ങളുടെ മരുമോൻ തന്നെത്താരെ ബാറി പോയി സാധനം എടുത്തോണ്ട് വന്ന് എന്റെ അച്ഛനെ കൂടെ നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കുമായിരുന്നു ഒരു കണക്കിന് നിങ്ങളുടെ മോള് രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ പക്ഷെ അവള് ഉണക്കമീനും ചമ്മന്തിയായിട്ട് കണ്ണീര് കുടിക്കുവാ അത് പറ്റിപ്പോയതാ ഞാൻ അവൻ ദേഷ്യപ്പെടുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് ഞാൻ കാണട്ടെ നിങ്ങളുടെ ഭാര്യ ഞാനൊന്ന് കാണട്ടെ എനിക്ക് വിഷമോ ഇവനെ ദേഷ്യപ്പെടുന്ന 1000 രൂപ ഞാൻ ഒന്നാം തീയതി കളഞ്ഞ അതിന്റെ വിഷമം എനിക്കുണ്ട് ഓ അതിന്റെ വിഷമം എനിക്ക് എന്റെ പറയുന്നു എനിക്ക് വരാൻ അയ്യേ നാണമില്ലാത്തവൻ കണ്ട അവന്റെ പെണ്ണുമുള്ള വിളിച്ചെന്ന് പറഞ്ഞു പട്ടിയെ പോലെ അവന്റെ പുറകെ നാണമില്ലാത്തവൻ നട്ടലില്ലാത്തവൻ ഒരു പെരുക്ക് കൊടുക്കണമല്ലോ ഇന്ന് ഈ പുതുമോടിയെ പറ്റിയും കൊച്ചേട്ടനെ പറ്റിയും കാര്യക്കാർക്ക് എന്താണ് കാര്യമായി പറയാനുള്ളത് എന്ന് നോക്കാം. നസീർക്ക എന്ത് പറയുന്നു? കൊള്ളായിരുന്നു. കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. പക്ഷെ 3 വമ്പന്മാർ ഒത്തുകൂടുന്ന ആ ഒരു ഗുമ്മ കിട്ടിയില്ല. ആ മദ്യപാനത്തിൻ്റെ പോർഷൻസിലൊക്കെ നല്ലത് കുറേ പ്രതീക്ഷിച്ചു. പിന്നെ നിങ്ങളുടേത് രണ്ടുപേരും സുമിയുടെയും മനോജിൻ്റെയും പുതുമോടിയുടെ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ ആ പാട്ടിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു. ഒരു പഞ്ചുള്ള ഒരു സംഭവമായിരുന്നു. അത് പ്രണയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് ഒതുങ്ങി മാറി. ഈ വന്ന ആൾ, ഈ പ്രതികാരം ചെയ്യാൻ വന്ന ആൾ കൊണ്ട് കുപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് റൂട്ടൊന്ന് മാറുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ കരച്ചിലിൽ അങ്ങോട്ട് മാറിപ്പോയി. വേറെ ഏതെങ്കിലും ഒരു മൂഡ് പിടിച്ചിരുന്നാൽ കുറച്ചുകൂടെ, അതായത് ആക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ
കുറച്ചുകൂടെ നിങ്ങൾക്ക് നിന്ന് കളിക്കാൻ പറ്റിയെന്നെ ആ ഒരു കുറവൊക്കെയാണ്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങൾ ഉള്ളത് വെച്ച് വൃത്തിയാക്കി ചെയ്യുകയും ചെയ്തു. ഓക്കെ, ശ്യാമേ, മനോജ്, സുമി നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നു. പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പുതു പെണ്ണ്, കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. പിന്നെ ചെറുക്കന് ഈ പറഞ്ഞ പോലെ അവരുടെ നല്ല രസമുണ്ടായിരുന്നു. സുമിയുടെ ഡാൻസ് ആദ്യത്തെ കാലിട്ടൊരു 5-6 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതൊരു നല്ല കൈഡി കേട്ടോ, ഒരു വെറൈറ്റി നല്ല സ്റ്റെപ്പ് ആദ്യമേ. എന്നുവെച്ചാൽ നമ്മളെ കൊണ്ട് എന്ത് സാധനം ഒരു സോങ്ങിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സോങ്ങിൽ ചിരിപ്പിക്കുക എന്നൊരു സാധനം അത് ചെയ്തു. പിന്നെ ഇൻട്രാക്ഷൻ പരിപാടികളൊക്കെ ആദ്യത്തെ കൊള്ളായിരുന്നു. അതിനുശേഷം മനോജിൻ്റെ പാട്ടും നല്ല കോമ്പിനേഷൻ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ പുറത്തുനിന്നുള്ള കൗണ്ടറുകൾ, അതായത് ചക്കയിടാൻ വേണ്ടി മാവേ കയറിയിട്ട് മാവേന്ന് പിന്നെ ചക്കയിലോട്ട് വലിഞ്ഞ് കയറി പിന്നെ ശ്യാമിൻ്റെ എൻട്രി. നസീർക്ക് പറഞ്ഞ പോലെ ഈ നമ്മൾ ആ വെള്ളവടി തുടങ്ങുന്നിടം വരെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞാൽ വെള്ളവടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരി പ്രതീക്ഷിച്ചു വേറെന്തോ പരിപാടി നടക്കാൻ. മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നൊരു പരിപാടി നിങ്ങൾ അവിടെ എല്ലാ സ്കിറ്റിലും നിങ്ങൾ അവിടെ കയറി കൊളുത്തുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഈ കരച്ചിലും പിന്നെ വേറൊരു മാറ്റർ അതിനകത്ത് വന്നില്ല. മാറ്റർ വരുന്നത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ശ്യാം പറയുന്നത് എൻ്റെ മോളെ ഇതുപോലെ കല്യാണത്തിന് വെള്ളം അടിപ്പിച്ചു, അന്ന് അവൾ പിണങ്ങി പോയി എന്ന് പറഞ്ഞു. അവിടെ ഒരു നല്ല ഗ്യാപ്പ് വന്നു. അതെ, അത് സീരിയസ് ആയി പോവുകയും ചെയ്തു. പിന്നാണ് സുമി വന്ന് സുമിയുടെ എൻട്രിയും. സുമിക്ക് പിന്നെ കാര്യമായിട്ട് വേറെ ചെയ്യാനും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റിൽ വന്ന ഡിസ്കഷൻ്റെ പ്രശ്നത്തിൽ വന്ന പ്രശ്നമായിരിക്കാം, സ്ക്രിപ്റ്റിൽ വന്ന പ്രശ്നമായിരിക്കാം. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെർഫോമൻസ് ഒക്കെ എല്ലാവരുടെയും നന്നായിരുന്നു. അവിടെ ചിരിച്ചിരി കുറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, ഈ നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള പ്രേക്ഷകരുടെ പ്രതിനിധികളാണ്. അവരേറ്റവും കൂടുതൽ കൈയടിച്ചതെന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങൻ അടിച്ചു തുടങ്ങിയപ്പോഴാണ് കൈയടിച്ചത്. അപ്പൊ എനിക്ക് അറിയേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ കെട്ടിയവന്മാര് ശരിക്കും 2 അടിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാണോ അല്ലേ എന്നുള്ളതാണ്. സന്തോഷമല്ല. അല്ല, പ്രശ്നമാണല്ലോ, വീട്ടിലടിച്ചാൽ പ്രശ്നമാണ്. പ്രശ്നമൊന്നുമല്ല, പക്ഷെ സന്തോഷമല്ല. അല്ല, അടിക്കാറുണ്ടോ കെട്ടിയ? ഉണ്ട്, പക്ഷെ ഇഷ്ടമല്ല. മദ്യപിച്ചിട്ടേ നല്ലതുപോലെ അഭിനയിക്കുന്ന ഒരാളതായിരിക്കുന്നു. ഭയങ്കര അഭിനയമാണ്. ഒന്ന് കാണിക്കോ? പറഞ്ഞ കണക്ക് ഭർത്താവ് മദ്യപിച്ചിട്ട് വരും, ആ സങ്കടമുണ്ട്. പക്ഷെ ആ അഭിനയം എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ച് കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതുപോലെ അഭിനയിച്ചപ്പം ഫസ്റ്റ് പ്രൈസ് കിട്ടി. എന്നാ ഒരു 2 ഡയലോഗ് ഒന്ന് കള്ളു കുടിച്ചിട്ട് എങ്ങനെ കാണിക്കണം? ഭർത്താവിന്റെ സീൻ ഒന്ന് കാണിച്ചു. ഞാൻ ഇന്ന് 2 കുടിച്ചിട്ടുണ്ടടി, എനിക്ക് എന്ത് സന്തോഷാന്നറിയാവോ? ഇത് ചെല്ലുമ്പോഴുള്ള ആ ലഹരി അത് നിനക്കറിഞ്ഞുകൂടാ. കാരണം ഞങ്ങൾക്കിതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. നീ ഗർഭിണിയാവുമ്പോഴും കുഞ്ഞു ജനിക്കുമ്പോഴും നമുക്കൊരു വിശേഷങ്ങളുണ്ടാകുമ്പോഴും ഞങ്ങൾക്കിതില്ലാതെ ജീവിക്കാൻ പറ്റൂടി. മോളെ ഒന്ന് പറ മോളെ, അവർക്കിതില്ലാതെ കഴിയാൻ പറ്റത്തില്ല. എന്തിനും അത് വേണം. ഏത് വിശേഷം വന്നാലും ഞങ്ങൾക്കൊന്ന് കൂടണം. കൂടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റത്തില്ലടി മോളെ, ഞങ്ങളുടെ സങ്കടം തീർക്കാൻ ഒരിക്കലും പറ്റത്തില്ലടി മോളെ. സ്വന്തം ഭർത്താവിനെ നാട്ടിച്ചിട്ട് പ്രൈസ് ഞങ്ങൾ ഈ മദ്യം മേടിക്കാൻ ചെല്ലുമ്പം ഞങ്ങളുടെ ആ ക്യൂ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളോ റേഷൻ കടയിൽ ചെന്നാലും എവിടെ ചെന്നാലും അങ്ങ് ഇടിച്ചിടിച്ചിടിച്ചങ്ങ് കയറോടി. മോളെ ഞങ്ങളുടെ ക്യൂ കാണണം നീ. ഞങ്ങളെ നല്ല സൈലൻ്റായിട്ട് ഇങ്ങനെ നടന്ന് ഒരു ഫ്രെഗ്. ബാക്കി വേണ്ട ചേട്ടാ, ഞങ്ങൾ പോവോ, ഞങ്ങൾ ബാക്കി ചേട്ടൻ്റെ കയ്യിരിക്കട്ടെ. അർജുനെ ഓഡീഷന് വിളിച്ച് അടുത്ത സ്കിറ്റിൽ കയറ്റാൻ പറ്റുന്ന ഭർത്താവിന്റെ പേരെന്താണ്? മണിയമ്പിള്ള. ഓ, ഉഗ്രം പേര്. ചേട്ടാ, തിരിച്ചു വരുമ്പോ വീട്ടിലോട്ട് കയറ്റിയേക്കണേ. ഏറ്റവും പക്ഷെ അഭിനയങ്ങളൊക്കെ കണ്ട് സ്റ്റേജിലൊക്കെ കളിക്കാറൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെ നിന്ന് പഠിച്ചതെന്ന് ചോദിച്ചാൽ ആ ചേട്ടനെ കണ്ടു പഠിച്ചതാ. അല്ല, ഇപ്പൊ നമ്മൾ തമാശക്ക് പറഞ്ഞാണ്, എന്തായാലും മദ്യം ആപത്താണ്, ഇത് ദുരന്തത്തിലേക്ക് ചെന്ന് അവസാനിക്കുള്ളൂ എന്ന് നമ്മൾ പല സംഭവങ്ങൾക്കും സാക്ഷിയായിട്ടുള്ളവരാണ്. അപ്പം ഞാൻ സ്കിറ്റിലേക്ക് തിരിച്ചു വരികയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്കിറ്റാണ്. പക്ഷേ നസീർക്ക പറഞ്ഞ പോലെ തന്നെ ആ കുടിച്ചു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് മനോജായതുകൊണ്ട് എന്തെങ്കിലും ഒരു കരച്ചിൽ മാത്രമായിരുന്നു. ഒരു ആക്ടിവിറ്റി കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ചു, ആ പ്രതീക്ഷ തെറ്റിപ്പോയി എന്നുള്ളത്. കാരണം കുടിച്ചു കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഇയാൾ നേരെ ചേഞ്ച് ആവാണ്, ഓക്കെ. പക്ഷെ അതിൻ്റെ ഒരു കുറച്ച് ഹ്യൂമർ പ്രതീക്ഷിച്ചിരുന്നു. അത്രയും മാത്രം പറയാനുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെയെങ്കിൽ ടിൻചേട്ടൻ തന്നെ മാർക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോ. ഞാനൊരു
17,000 രൂപ കൊടുക്കുന്നു. 17,000. ഓക്കെ ഇക്ക ഞാനൊരു 16,000 രൂപ. 16,000. അപ്പൊ 17ഉം 16ഉം 33,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രചോദേട്ടനാണ്. പ്രചോദേട്ടാ അപ്പൊ ദാ പിടിച്ചു. 55,000 രൂപയാണ് നേടിയിരിക്കുന്നത്. നോട്ട് ബാഡ്, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അവർ പറഞ്ഞതുപോലെ അടുത്ത തവണ നേരത്തെ ബിഗ് ഫിഷ് ആണ്, നമ്മളെ സൂപ്പർ സ്റ്റാറുകളാണ് നിങ്ങൾ 3 പേര്. അപ്പൊ നിങ്ങൾ വരുമ്പോ നമ്മൾ ആ പവർ അതേപോലെ എക്സ്പെക്ട് ചെയ്യും അല്ലേ? അപ്പൊ എന്തായാലും അടുത്ത തവണ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഒരു വേടിക്കെട്ട് എപ്പിസോഡ് ഇതാ ഇവിടെ തീരെയായി. നിങ്ങൾ എല്ലാരും മതി മറന്ന് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? അടിപൊളിയായിരുന്നില്ലേ? അടിപൊളി. ഓഡിയൻസ് എൻജോയ് ചെയ്തില്ലേ? എന്റെ ടീച്ചർ അമ്മമാര് നല്ല ഓഡിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ കണ്ടസ്റ്റൻസിനെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ നിങ്ങളും സന്തുഷ്ടരായി എന്ന് വിചാരിക്കുന്നു. കാര്യക്കാര് സന്തുഷ്ടർ, ഞാനും മനസ്സ് നിറഞ്ഞു. എന്റെ പ്രേക്ഷകരുടെ മനസ്സ് നിറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi Sudhir signing out from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.